ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. അപ്പം ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ആദ്യം വന്നിട്ടുള്ളത് നമ്മുടെ ദേവീനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം പറിക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മമ്മേൻ്റെ പച്ചക്കറിയും ഫ്ലവേഴ്സും എല്ലാം ഉള്ള നമ്മുടെ മമ്മേൻ്റെ പച്ചക്കറി തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള തുമ്പിപ്പൂക്കളൊക്കെ ഉണ്ട്. ഉള്ള പൂക്കൾ നമുക്ക് എന്തായാലും മോസ്റ്റായിട്ട് പറിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ദേവീനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേഗം പൂക്കൾ പറിക്കാൻ പോവാം ഗായ്സ്. ഇപ്പം ഞാൻ വരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ചക്കരയും പഞ്ചാരയും വന്നിട്ടുള്ളത്. അപ്പം അവന്മാർ ഞാൻ ഇങ്ങോട്ട് എപ്പോൾ വന്നാലും കൂടെ വരും. പൂമ്പാറ്റകളൊക്കെ നോക്കി നമ്മുടെ ചക്കരയും പഞ്ചാരയും, ചക്കരേ പഞ്ചാരി ചക്കരേ, ഒരു മൈൻഡും ഇല്ല കേട്ടോ രണ്ടുപേർക്കും. പിന്നെ നോക്ക് നമ്മുടെ തെമ്മാടിക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. തെമ്മാന, കുഞ്ഞി തെമ്മാന കണ്ടോ. ചക്കര നമ്മുടെ ബട്ടർഫ്ലൈസിനെ എല്ലാം നല്ല ക്യൂരിയോസിറ്റിയോടെ നോക്കുകയാണ് കേട്ടോ. അയ്യോടാ. അപ്പം നമ്മുടെ 2 ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട്. നല്ല യെല്ലോ കളർ ബട്ടർഫ്ലൈസ് ആണ് വന്നിട്ടുള്ളത്. ഓ എൻ്റെ ദൈവമേ, നമ്മുടെ പഞ്ചാര നോക്ക് ഗൈസേ, ഇപ്പം പിടിച്ചേനെ നമ്മുടെ ആ ബട്ടർഫ്ലൈസിനെ. നല്ല രസമില്ലേ ഇവരെ കാണാൻ. അപ്പോൾ ഈവനിങ്ങും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൂക്കളുള്ളത് കാരണം തന്നെ എപ്പോഴും തന്നെ ഇവരോട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ചക്കരക്കുട്ടി, ചക്കരക്കുട്ടി, പഞ്ചി ഫുൾ നമ്മുടെ ബട്ടർഫ്ലൈസിനെ നോക്കിയിരിക്കുകയാണ്. തെമ്മാടി ഇതാ അവിടെ എൻ്റെ അടുത്താണ് കേട്ടോ. തെമ്മാടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് പൂക്കളൊക്കെ പറിക്കാം. എനിക്ക് ഇവരുടെ ക്യൂരിയോസിറ്റി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസം. അവർക്കെല്ലാം ഭയങ്കര കൗതുകമുള്ള കാഴ്ചകളാണ്. അവൻ നോക്കുന്നുണ്ടോ, പറ്റുവാണെങ്കിൽ അവൻ പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഗായ്സ്, പോയിട്ട് പൂക്കളെല്ലാം പറിക്കാം. എന്താ തെമ്മാടി, കണ്ടില്ലേ ബട്ടർഫ്ലൈസ് ഇവിടുന്ന് പോകുന്നേ ഇല്ല ഗായ്സ്. അപ്പം നമ്മൾ പറിക്കാൻ ഉദ്ദേശിക്കുന്ന പൂക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തുമ്പിപ്പൂക്കളാണ് കേട്ടോ. കണ്ടില്ലേ. അപ്പം ഈ ഫ്ലവേഴ്സ് ഫുൾ നമ്മുടെ ഒരു വലിയ മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചീവീട് കരയുന്ന കേൾക്കുന്നുണ്ടോ? കേട്ടോ, നന്നായിട്ട് ചീവീടെല്ലാം കരയുന്നുണ്ട്. നമ്മുടെ തെമ്മാടി ഇവിടുന്ന് കരയുന്നുണ്ട്. അപ്പം ഈ ഫ്ലവേഴ്സ് എല്ലാം മഴയത്ത് മോസ്റ്റായിട്ട് നനഞ്ഞു പോയിട്ടിരിക്കുകയാണ്. സാരല്ല, നമുക്ക് എന്തായാലും പറിക്കണം. അപ്പോൾ ഈവനിങ്ങിൽ എപ്പോഴും തന്നെ ഞാനിങ്ങനെ ഫ്ലവേഴ്സ് പറിച്ചിട്ട് നമ്മുടെ ദേവിക്ക് മോസ്റ്റായി ഡെക്കറേറ്റ് ചെയ്യും, ഫ്ലവേഴ്സ് ഉള്ള എല്ലാ സമയത്തും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തുളസിയൊക്കെയാണ് കേട്ടോ പറിക്കാറുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഗൈസ്, വേഗം പോയിട്ട്, ഞാൻ കുറേ നേരമല്ലേ പറയുന്നു പറിക്കാമെന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേഗം പറിക്കാം. അങ്ങനെ നോക്ക്, ഫസ്റ്റ് ഞാൻ പറിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു യെല്ലോ ഫ്ലവറാണ്. നമ്മുടെ തെമ്മാടി എന്താ തെമ്മാടി ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഇതാ ഈ ഓറഞ്ച് പറിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഓറഞ്ചും യെല്ലോയും ആയി. ദൈവന്മാരിവിടെ ഓടി ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഫ്ലവറും, അതായത് ഈ ഓറഞ്ചും പറിച്ചിട്ടുണ്ട്. അപ്പം 3 പൂക്കൾ ഇതാ ഓൾറെഡി ഞാൻ പറിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി പറിക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നിറച്ച് വെള്ളമാണ്. സാരല്ല, നമുക്ക് പറിക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ 4 ഫ്ലവേഴ്സ് നമ്മൾ ടോട്ടൽ പറിച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ നമ്മുടെ ഫ്ലവറിൻ്റെ ചെറിയ കൊട്ട എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൂക്കളെല്ലാം കൊട്ടേൻ്റെ ഉള്ളിടാം. അപ്പം ഇങ്ങനെ പിടിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യാം, നല്ല നല്ല ഫ്ലവേഴ്സ് എല്ലാം നോക്കി നമുക്ക് പറിക്കാം കേട്ടോ. ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബട്ടർഫ്ലൈസ് ഇതാ ഇവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല നല്ല ഫ്ലവേഴ്സ് നോക്കി പറിക്കാം. ഓറിയോ, ഇതാ എൻ്റെ കൂടെ വേറൊരാൾ വന്നിട്ടുണ്ട്. ഓറിയോ മ്യൂറിയൽ ഓഞ്ഞ. അപ്പോൾ ഓറിയോ എവിടെ പോയാലും ഓറിയോയും തെമ്മാടിയും മീശയൊക്കെ ഉണ്ടാവും കേട്ടോ കൂടെ. നമ്മുടെ ചക്കരയും പഞ്ചാരയും അവിടെ ഇരിക്കുന്നുണ്ടോ. ചക്കരേ പഞ്ചാരേ, ഒരു മൈൻഡും ഇല്ല കേട്ടോ രണ്ടുപേർക്കും. അവന്മാർ ബട്ടർഫ്ലൈസിനെ നോക്കിയതാ ചാടിത്തുള്ളി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവന്മാർ ഇവിടുന്ന് പോകുന്നേ ഇല്ല കേട്ടോ. ഈ ബട്ടർഫ്ലൈസ് ഞാൻ എപ്പോൾ വന്നാലും ഉണ്ടാവും കേട്ടോ. അടിപൊളിയല്ല ഇവരെ കാണാൻ. അപ്പോൾ നമുക്ക് ബാക്കി ഫ്ലവേഴ്സും കൂടെ വേഗം കളക്ട് ചെയ്യാൻ നടക്കാം. അമ്മ ഇത് കണ്ടില്ലേ, ഇതൊരു എന്താ പറയുക, ചെറിയൊരു മരത്തിൻ്റെ ലീവ്സും ഒക്കെയാണ്, കൊമ്പുകളൊക്കെയാണ് കേട്ടോ. ഫുൾ
എവിടെയെങ്കിലും ചവിട്ടാൻ പേടിക്കണം ഗായ്സ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അമ്മേൻ്റെ പച്ചക്കറിയും അതുപോലെ തക്കാളി, എന്താ പറയുക, വെണ്ട, പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പപ്പായ, അത് തന്നെ എല്ലാം ഉള്ളത് കാരണം എവിടെയെങ്കിലും ചവിട്ടി എന്തെങ്കിലും കളഞ്ഞാൽ പിന്നെ മമ്മ ഭദ്രകാളിയാവുന്നത് നമ്മൾ. എടാ പോടാ, എടാ ശരിക്കും ഗായ്സ്, നിങ്ങൾക്ക് വേറൊരു ബട്ടർഫ്ലൈനെ കാണണോ? ചിലരൊക്കെ അവിടെ ഞാൻ കാണിക്കുന്നുള്ള. വാവ്, ഡിയാം. അപ്പോൾ അതാ നല്ലൊരു ബട്ടർഫ്ലൈനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ല? അയ്യോ, അത് പറന്നു പോയിട്ടോ ഗായ്സേ. അപ്പോൾ ഈവനിങ് രാവിലെ വന്ന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ട്ടാ. അപ്പോൾ ഇനി ഫ്ലവേഴ്സ് പറിക്കാം. അപ്പോൾ ഇത് ഞാൻ പറിക്കുന്നുണ്ട്. കണ്ടില്ലേ, യെല്ലോ ആണ് കേട്ടോ. പറിച്ച് നമ്മുടെ കൊട്ടയിലേക്ക് വെക്കാം. പിന്നെ ഇതും അതെ, പക്ഷെ ഇതൊക്കെ മഴ പെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ കൊളായി പോയിട്ടുണ്ട് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ. കണ്ടില്ലേ, പൂ തല്ലിപ്പോവാന്ന് പറയില്ലേ, അങ്ങനെ തല്ലിപ്പോയിട്ടുണ്ട് കേട്ടോ, വെള്ളം വീണിട്ട്. ഇനി അവിടെയൊക്കെ ഉണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വഴി കൂടിയാണ് കേട്ടോ ദൈവമേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പോവാം. മൈ ഗോഡ്, ഇത് കണ്ടില്ലേ, ഇത് മമ്മേൻ്റെ മായഞ്ചീര എന്നാണോ ഇതിൻ്റെ പേര്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ആ ചീരയാണ്. പിന്നെ ഇത് നമ്മുടെ ഈ ഫ്ലവേഴ്സാണ്. അല്ലാതെ കണ്ടോ, ഇതും മെറിഗോൾഡ് ആണ്. അത് വിരിഞ്ഞിട്ടുള്ളൂ, അത് പറിച്ചാൽ തന്നെ ശരിയാക്കും. ഇത് പിന്നെ കുഴപ്പമില്ല, ഓൾറെഡി വിരിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ഓർക്കും സാധാരണ പുല്ലാണ്, പക്ഷേ സാധാരണ പുല്ലല്ല, നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് ലോണാണിത്. അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻ ലോണാണ് കേട്ടോ. അതാണ് ഇവിടെ ഫുള്ളുള്ളത്. പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പൂക്കളുടെ കുറേ തൈകളും ഉണ്ട്. അപ്പം ഇത് പറിക്കണ്ടേ നമുക്ക്. അപ്പം ഇത് പറിച്ചു. നല്ല രസമുണ്ടല്ലേ നമ്മുടെ ഫ്ലവർ. പക്ഷേ ഇത് വെക്കുമ്പോൾ വാടിയതുപോലെ ഇരിക്കുമെന്ന് അറിയത്തില്ല, കാരണം വെള്ളം വീണ് തള്ളിപ്പോയത് കാരണം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ പോയിട്ട് അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, അപ്പോൾ അതും പറിക്കാം ഗൈസ്. ഇപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുളസി എല്ലാം പറിക്കാനുണ്ട് കേട്ടോ. തുളസിയും പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഫ്ലവേഴ്സാണ് ഞാൻ സാധാരണ പറിക്കാറുള്ളത്. പിന്നെ നമ്മുടെ റോസ്, അതൊന്നും പിന്നെ ഇവിടെ ഇല്ല. അപ്പം ഉള്ള ഈ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ പറിക്കാറുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തുളസി എല്ലാം പറിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങനെ നോക്ക്, നമുക്ക് ഇത്രയും പൂക്കൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുളസി പൂക്കളെല്ലാം പറിക്കാം കേട്ടോ. നല്ല രസമില്ലേ ഈ ഫ്ലവേഴ്സ് എല്ലാം കാണാൻ. എൻ്റെ ഗായ്സ്, ഇതിനെയാണ് കേട്ടോ ശരിക്കും തുമ്പിപ്പൂക്കൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പിന്നെ അവരെല്ലാവരെയും അങ്ങനെയാണ് വിളിക്കാറുള്ളത്. ദൈവന്മാർ ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്. ചക്കരക്കുട്ടി, പഞ്ചി എവിടെ? ഇഞ്ച പഞ്ചാടി. ഇവന്മാർ ഫുൾ നനഞ്ഞു കേട്ടോ, ചെടീൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് കണ്ടില്ലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ഈ ഫ്ലവേഴ്സ് കേട്ടോ. നല്ല രസമല്ലേ ഇത് കാണാൻ. അപ്പോൾ ഇതാകെ 2 എണ്ണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരെ പറിക്കുന്നില്ല കേട്ടോ. എന്ത് രസമല്ലേ, ഇവർ കുറച്ചും കൂടെ വിരിയാനുണ്ട്. അപ്പോൾ ഇവർ വിരിയട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ പറിക്കാം. ഇവർ നിൽക്കട്ടെ, ഇനി അവരുണ്ട്. പക്ഷേ ഇത്രയും മതി കേട്ടോ ഫ്ലവേഴ്സ്, ഇത് തന്നെ ധാരാളമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൊണ്ട് ഇനി പോയിട്ട് നമുക്ക് തുളസി എല്ലാം പറിക്കാം കേട്ടോ. ചക്കരക്കുട്ടി, ചക്കരേ, എഞ്ചി ചക്കരേ, പഞ്ചാരേ, പഞ്ചാര എവിടെ പോയി? പഞ്ചി, ഓ. അപ്പോൾ നമ്മുടെ തുളസി ഇതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെയും കുറച്ച് തുളസികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ തുളസി എന്നുള്ള തുളസി എല്ലാം പറിക്കാം. ഇവിടെ തുളസി ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ പിടിക്കാതെയായി. പിന്നെ പിടിച്ച തുളസിയാണ് നമ്മുടെ ഈ തുളസീസ് എല്ലാം. അപ്പോൾ നമുക്ക് തുളസീൻ്റെ ലീവ്സ് എന്ന് പറയുമ്പം ഓരോരോ കതിരായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഗായ്സ്. അപ്പോൾ കണ്ടില്ലേ, ഇത് ചെറിയൊരു കതിരാണ്. അപ്പം തുളസിക്കതിർ നുള്ളിയെടുത്തുന്ന സോങ് വരെയുണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ ഈ ഒരു ഇത് കതിര് മാത്രമായിട്ട് എടുക്കും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മളിതാ ഈ തുളസി പറിക്കാൻ വേണ്ടി പോവാണ്, കണ്ടില്ലേ. അപ്പം നമുക്ക് പറിക്കാം കേട്ടോ ഗായ്സ്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ കൊതുക് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കതിര് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പറിക്കാം ഗായ്സ്. ഇപ്പം ഞാൻ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കതിര് ജസ്റ്റ് ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പറിച്ചെടുത്തു. ഇപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ പറിക്കാം. നമുക്ക് 4 എണ്ണം പറിക്കാം കേട്ടോ ഇങ്ങനെ.
അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഞാനിവിടെ പറിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വളർന്നതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, ചിലതിൻ്റെ ഒന്നും ഇവിടെ ഇല്ലല്ലോ, ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടി പറിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ ഫുള്ളും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 4 എണ്ണമാണ് പറിച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരിവിടെ നിൽക്കട്ടെ. അപ്പം തുളസി ദേവിനോട് മോസ്റ്റായിട്ട് താങ്ക് യു എല്ലാം പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റായി നമുക്ക് തുളസി എല്ലാം കിട്ടിയല്ലോ. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, തുളസീൻ്റെ കതിരെന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. ഇത് നമ്മൾ ലവ് ബേർഡ്സിന് കഴിക്കാനൊക്കെ കൊടുക്കും കേട്ടോ. അത് കുറച്ചും കൂടെ റെഡിയായി വരണം, അപ്പോഴാണ് പറിച്ചു കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ആയി കഴിയുമ്പം അവന്മാർക്ക് കൊടുക്കും കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഉണങ്ങിയ പോലെ ആകുമ്പം കണ്ടില്ലേ. അപ്പം ഇത്രയും മതി. നമ്മുടെ ഫ്ലവറിൻ്റെ കൊട്ട അത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. നല്ല രസമല്ലേ, നല്ല മഞ്ഞ ലീവ്സ് കാണാൻ എന്ത് രസമല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി നമ്മുടെ ഈ മഞ്ഞ ലീവ്സ്. വാവ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഗൈസ്. ശരിക്കും വലിയ ആലില പോലെയില്ലേ കാണാൻ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ദേവീനെ ഡെക്കറേറ്റ് ചെയ്യാം. നടക്ക്, പോവാ, നടക്കടാ, നടക്ക്. അപ്പം ഇങ്ങനെ തട്ടി തട്ടി നിൽക്കുന്നവരുടെ വലിയ ക്യാരക്ടറാണിത്. ഓടിച്ചാടിപ്പോയി. നമ്മുടെ ബട്ടർഫ്ലൈസ് പോയിട്ടില്ല കേട്ടോ. അവന്മാരിത് അവിടെ തന്നെയുണ്ട്, ഇവന്മാരും അതെ. പഞ്ചാര ഇങ്ങോട്ട് വാ, പഞ്ചാര വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ, വാ പഞ്ചി. കണ്ടില്ലേ, പഞ്ചി മുഴുവൻ നനഞ്ഞു കേട്ടോ. കണ്ടില്ലേ രോമമൊക്കെ. ആഹാ, ഇതാരാ, നമ്മുടെ കുഞ്ഞിക്കുട്ടനാണ് ഈ വന്നത്. കുഞ്ഞിക്കുട്ടൻ എന്താ വന്നിട്ടുണ്ട്. അവൻ ലേറ്റ് ആയിട്ടാണ് വരാൻ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പുറത്തു പോയാൽ അവൻ ഓടി ഓടി വരുന്നതാണ്. ഇന്ന് അവൻ ലേറ്റായി. അപ്പോൾ ഇവന്മാരെ കൂടെ കളിക്കാനാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം നമുക്ക് നേരെ പോവാം ഗായ്സ്. ഇപ്പം നല്ല സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സന്ധ്യ വിളക്കൊക്കെ വെക്കാനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് വേഗം കൊണ്ടുപോയി ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവന്മാരൊക്കെ ഇതാ വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ വന്നു. ഒരുത്തൻ മുഴുവൻ നനഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട്. നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ ലക്കി ബംബൂസാണ് കേട്ടോ, നടാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് മിസ്റ്റം ഉണ്ടല്ലോ, ജസ്റ്റ് മേടിക്കാം. മിസ്റ്റം നൈപ്പടി അതാ. അപ്പം അമ്മച്ചി ഓൾറെഡി ക്ലീൻ എല്ലാം ചെയ്തതാണ്. ഞാൻ അടിച്ചു വരേണ്ട കാര്യമില്ല ശരിക്കും. പിന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇലകളൊക്കെ വീണോണ്ടിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ, അത് കാരണം അല്ലേ നോക്കി. സത്യം. പിന്നെ ഈ ഇല അടിച്ചു വരുന്നതിനേക്കാളും നല്ലത് കരുക്കി കളയുന്നതാണ്. കാരണം മഴയും കൂടി പെയ്ത കാരണം ഒട്ടും എന്താണെന്നറിയോ, നിലത്തുനിന്ന് വരില്ല. നമ്മുടെ കുടയും എടുത്ത് വെച്ചോ പോലെ ഇവന്മാർക്ക് ഇത് തന്നെയാണ് കേട്ടോ പണി. ഒരുത്ത മുഴുവൻ നടന്നു കയറ്റി കുളത്തി വീണോ ഇല്ല. അവൻ അവിടെ പൂക്കൾ പറിക്കാൻ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമായിരുന്നു. അപ്പം നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഫുൾ അടിച്ചു കേട്ടോ. ഇത് ആരാടി, ഇത് ആരാടി, ഇത് ആരാടി, ഇത് ആരാടി കളിക്കുന്ന കുഞ്ഞാണെങ്കിൽ, ഇത് കളിക്കുന്ന കുഞ്ഞാണെങ്കിൽ, ഇത് കളിക്കുന്ന മോനാണെങ്കിൽ. ഗൈസ്, ഇപ്പോൾ ഇതാ നമ്മുടെ മുറ്റെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചെറിയ തുളസിത്തറയാണ് കേട്ടോ. പക്ഷേ ഇവിടെ തുളസിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറേ പ്രാവശ്യം നമ്മൾ തുളസി തൈകളെല്ലാം കൊണ്ട് നട്ടതാണ്, പക്ഷേ ഇവിടെ തുളസി പിടിക്കില്ല കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അവിടെയൊക്കെയാണ് നമ്മുടെ തുളസി മോസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അമ്മച്ചി തിരി വെക്കാറുണ്ട്. അമ്മച്ചിയാണ് കേട്ടോ എന്നും സന്ധ്യ വിളക്ക് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എണ്ണയെല്ലാം ഒഴിച്ചിട്ട് അമ്മച്ചി ഇവിടെ തിരി വെക്കും ഗായ്സ്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ അല്ലികളെല്ലാം പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മഴയെല്ലാം പെയ്തിട്ട് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ടൈപ്പ് ഫ്ലവേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ വെക്കാം. പിന്നെ നമുക്കിതാ ഇവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല രസത്തിൽ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, അതാ ഈ ഒരു അതാ അതിൻ്റെ നോക്ക് അല്ലി പോയിട്ടുണ്ട്. അപ്പോൾ ഇതും പിന്നെ ഇതും എടുക്കാം കേട്ടോ.
ഇതിന് നീളം വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം കേട്ടോ. നമുക്കിതിവിടെ വെക്കാം. ഇതിരിക്കുന്നില്ല കറക്റ്റൊക്കെ. ഇതെടുത്തിട്ടുണ്ട്. പൂക്കളിലൊക്കെ നിറച്ച് വെള്ളമാണ് കേട്ടോ. ഇവിടെ എവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈക്കിൾ ഓടിച്ച് പോകും. ഇപ്പം ഓർക്കും നെട്ടുകാലിൻ്റെ കടി വാങ്ങിയിട്ട് ഇത് പോക്കി എട്ടുകാലിനെ പിടിച്ച് കടിയെല്ലാം വാങ്ങിയിട്ടോ. ഇവന്മാരിതാ ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ ദേവീൻ്റെ ഒക്കെ പുറകിൽ കൂടെയാണ് ഓട്ടവും ചാട്ടവും ഒക്കെ. പക്ഷേ കുസൃതി ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ബാക്കി ഫ്ലവേഴ്സും കൂടെ വെക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ പൂക്കളെല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുളസി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദേവീനെ മാക്സിമം നമ്മൾ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്ലവേഴ്സും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ. എന്തോരം ഫ്ലവേഴ്സ് കിട്ടുന്നു അതിനനുസരിച്ച് നമുക്കിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലും തീരില്ല കേട്ടോ. അത്രയ്ക്ക് രസമാണ്. മോസ്റ്റാണ്. കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം വരും കേട്ടോ. അപ്പോൾ മോസ്റ്റായി ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്ക് നിലവിളക്ക് കത്തിക്കണം, സന്ധ്യനാമം ചൊല്ലണം. അതിനു മുമ്പ് ഒരു പരിപാടിയുണ്ട്. നമുക്ക് നേരെ പരിപാടിക്ക് പോവാം. ഗൈസ്, ഇപ്പം നമ്മുടെ റൂബികൾക്ക് അമ്മേ ഈ 2 സെക്ഷനിൽ ഇതെടുത്തോട്ടെ. ഇത് മുഴുവനും കൊടുക്കാനുള്ളതല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കെട്ട് പുല്ലെടുത്തിട്ടുണ്ട്. നമ്മുടെ റൂബികൾ ഒരു പിടി കേട്ടോ, ഒരു പിടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? റൂബി ആദ്യം നമുക്ക് റൂബിക്ക് പുല്ല് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇമാർ ഓടി വന്ന് കരയുന്നുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തുള്ളിലൊക്കെ കരമ്പെടുത്തു. കുറച്ച് സമാധാനം. അതെ. അപ്പം നമ്മുടെ കൂടെ കുഞ്ഞിക്കുട്ടി എന്റെ കൂത്താടിയേ, എന്റെ കുഞ്ഞിക്കൂത്താടി അവിടെ ഇരുന്നാട്ടെ. അഴിച്ചു വിട്ടാ പിന്നെ ഒരു ദിവസം വൈകുന്നേരം അമ്മ അഴിച്ചു വിട്ടിട്ട് ഇവൻ പാതിരാത്രി കഴിഞ്ഞപ്പോഴാണ് വന്നത്. കിട്ടിയത് നമ്മുടെ കാണുമ്പോ അയ്യോ എന്ത് ദയനീയത. എത്ര പേരാന്ന് ഡിമാൻഡ് ഇട്ട് ചോദിക്കുന്നേ ഇവനെ. അത് തന്നെ ഞങ്ങൾ ഓർത്ത് ആരെങ്കിലും പിടിച്ചോണ്ട് പോയിന്നേ. എവിടെ പോയി തപ്പാ? അടുത്തൊരു ചേട്ടൻ്റെ അങ്ങനെ പിടിച്ചോണ്ട് പോയില്ലേ. ആ പട്ടീനെ കാണാതായിന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുട്ടിമണി ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കിനി പോയിട്ട് ലൈക്കേനെ അയച്ചിടാം. റൂബിനെ പിടിക്കാനാണോ? റൂബിനെ പിടിച്ചോണ്ടോ വീട്ടിൽ പോടാ. അപ്പൊ നമുക്ക് ലൈക്കോട്ടേനെ അയച്ചിടാം. ഇങ്ങോട്ടാ ഇപ്പം മേത്ത് ചേർക്കുന്നു. ആ കൈയിന്റെ ഫ്ലെക്സ് മുഴുവൻ എന്താ എന്റെ പാന്റില്. നല്ല രസമുണ്ട് കേട്ടോ. നടക്ക്. അപ്പൊ അയ്യോ എന്ത് ലൈക്കൊക്കെ അടിയിട്ടുട്ടോ. സ്നേഹം കാരണല്ലേ. കാലിന് മനുഷ്യന്റെ പല പല ഭാഷകള് നമ്മൾ പറയൂ കേട്ടോ. ഒരാഴ്ച കുഞ്ഞിക്കൊണ്ടല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, മോസ്റ്റായിട്ട് പ്രാർത്ഥിക്കാം, നിലവിളക്ക് കത്തിക്കാം. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമുക്കത് ചെയ്യാം ഗായ്സ്. അപ്പൊ എന്നും നമ്മുടെ അമ്മച്ചിയാണ് കേട്ടോ നിലവിളക്ക് വെക്കുന്നത്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ അമ്മച്ചി രാമായണമൊക്കെ വായിക്കും. ഇപ്പം മോസ്റ്റായിട്ട് നമ്മുടെ രാമായണ മാസമാണ്. എല്ലാവരും രാമായണമൊക്കെ വായിക്കാറുണ്ടോ? അപ്പം അമ്മച്ചി ഇതാ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിക്കാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ചന്ദനത്തിരി കത്തിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ തുളസിത്തറയിലെ തിരിയും കൂടെ കത്തിക്കും കേട്ടോ. തിരി അവിടെ വെച്ചിട്ടുണ്ടോ? നമുക്കിനി തുളസിത്തറയിലും കൂടെ നമ്മുടെ തിരി കത്തിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മച്ചി നോക്ക് തുളസിത്തറയിലും തിരി കത്തിച്ചു കേട്ടോ.
നമുക്കിനി ദേവീൻ്റെ അടുത്ത് പോയിട്ട് മോസ്റ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നമ്മുടെ സന്ധ്യനാമം ഇതൊന്നുമല്ല ഗൈസ്, ഒരു ലോഡുണ്ട്. അമ്മയും കുഞ്ഞുത്തിയും അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വന്നിട്ട് ഇനി മോസ്റ്റായിട്ട് നമുക്ക് സന്ധ്യനാമം എല്ലാം ചൊല്ലാനുണ്ട്. പിന്നെ അതാ ഇവിടെ ശ്രീ സരസ്വതി സഹസ്രനാമ സ്തോത്രമുണ്ട്, അതുപോലെ സൗന്ദര്യലഹരിയുണ്ട്, പിന്നെ നമ്മുടെ അധ്യാത്മ രാമായണമുണ്ട്. അപ്പോൾ രാമായണ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും രാമായണം എന്നും വായിക്കും കേട്ടോ. അപ്പം നമ്മൾ ഓരോരുത്തരും വായിക്കും, സെപ്പറേറ്റാണ് വായിക്കുന്നത്. പിന്നെ ഇപ്പം നോക്കി മോസ്റ്റായിട്ട് നമ്മുടെ കാറ്റെല്ലാം വന്നിട്ട് തിരി ഇങ്ങനെ കത്തിക്കഴിയുമ്പോൾ ഇവിടെ കറുപ്പാവും കേട്ടോ. അപ്പം അമ്മച്ചി അല്ലാതെ വായിക്കും, അപ്പം ഞാനും വായിക്കും. അത് തന്നെ, എല്ലാവരും വായിക്കും. വായിച്ചാൽ നല്ലതാണ് ഗൈസ്, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഏതായിരുന്നു പേജ് നമ്പർ കാണുന്നില്ല, എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. ഞാനും വായിച്ചിട്ടാണ് ഓർക്കുന്നത്, അയ്യോ ഞാൻ ഇന്നലെ ഇത് തന്നെയല്ലേ വായിച്ചത്. അപ്പം പിന്നെ എക്സ്ട്രാ ഒരു പേജും കൂടെ കൂട്ടി വായിക്കും. ഇപ്പോൾ 59 and 60 മുതലാണ് ഇനി വായിക്കേണ്ടത്. ബാലകാണ്ഡം എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പേജസ് നമുക്ക് വായിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഗൈസ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അങ്ങനെ നമ്മളിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പൈങ്കിളിയും അമ്മയും കുഞ്ഞാറ്റി എല്ലാവരും വരും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സന്ധ്യനാമം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സന്ധ്യനാമം എന്ന് പറയുമ്പം ഗായ്സ് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ദേവീൻ്റെ സഹസ്രനാമ സ്തോത്രം എല്ലാം ഉണ്ട്, അത് വായിക്കാം. അപ്പം നമ്മൾ മോർണിംഗും ഈവനിങ്ങും ഒക്കെ വായിക്കാറുണ്ട്. മെയിനായിട്ട് നമ്മൾ വായിക്കുന്നത് അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ വായിലെ നമ്മുടെ ശ്രീ സരസ്വതി വരാനും ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശബ്ദം അതുപോലെ നമ്മുടെ വാക്ക് എല്ലാം സരസ്വതി ദേവിയാണല്ലോ. അപ്പോൾ നമ്മൾ ദേവിനോട് മോസ്റ്റായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് സന്ധ്യനാമം ചൊല്ലാം. രാമ 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 പാഹിമ രാമപാദം ചരണേ മുകുന്ദ രാമ പാഹിമ നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹിമ നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹിമ നമ ശിവായ നാരായണ നമ ശിവായ നമ ആനന്ദ നമ ഗോവിന്ദ നമ ഗോപാല നമ കൃഷ്ണ നമ ഹരി അച്യുതൻ ദേശവൻ ഗോപിക വല്ലഭൻ ശാരദി നായകൻ നമ സദനം വിജയ കൃഷ്ണ നമ ഭക്തലോക പരിപൂർണ ഭക്തി നിശ്ചിതായകൻ ജരതി മനോഹരാംഗ സർവലോക നായകൻ ശങ്കരാജ ദിവ്യമാന പുണ്യനാമ കീർത്തനം. ഹരേ രാമ ഹരേ കൃഷ്ണ ശിവ ഗോവിന്ദ മാധവ നാരായണ മഹാദേവ വാസുദേവ നമോ ശ്രീകൃഷ്ണ സാഗരകൃഷ്ണൻ മുട്ടിക്കൃതേ ഗുരുവരെ ശ്യാം ആതത്രാണ ശശികലാവാസുജനാദരണം ഭക്താനം വരദാനം ബസ്മതി സംസ്ഥിതം ശാസ്ത്രം നിത്യാനന്ദനീന ചാരണം ശാന്തം പൗർണശിവം സത്യസിദ്ധ്യാന വിഗ്രഹം ശങ്കരാ ശിവ ശങ്കരാ ശിവ ശങ്കരാ ശിവ ശങ്കരാ ശങ്കാവിട്ടു നമിക്കുമെങ്ങളുടെ സങ്കടങ്ങളകറ്റണേ. ദാരുമൂല പരിത വിഗ്രഹ സൂര്യകോടി സമാപ്രഭാ പാരിരൻ കൊടു കാണുമാറായി വന്നോരീശ്വര കൈതൊഴാം. രാമരാമയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ശിവൻ, പിന്നെ കൃഷ്ണൻ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ
ദേവീസ്തവം വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗുരുദേവൻ്റെ വരുന്നുണ്ട്, പിന്നെ ശിവൻ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ കൃഷ്ണൻ വരുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റായി പോകും കേട്ടോ. അപ്പോൾ ഓരോരുത്തരോടും പ്രാർത്ഥിക്കേണ്ട ഓരോരോ പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ 1.5-2 മണിക്കൂറൊക്കെ ഉണ്ടാവും. അത് കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ. അത് കാരണം നമ്മൾ ഫസ്റ്റത്തെ പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ചൊല്ലി പക്ഷേ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ മോസ്റ്റായിട്ട് ചൊല്ലുവാണ്. എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ഗൈസ് നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും നമ്മൾ ദൈവത്തിനോട് പറയുന്നത്. ശരിക്കും നമ്മൾ ദൈവത്തിനോടൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ദൈവത്തിനെല്ലാം അറിയാം. പിന്നെ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും നമ്മുടെ ഉള്ളിലാണ് ദൈവം, നമ്മളാണ് ദൈവം, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കഴിയാനായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ പരിപാടികൾക്കെല്ലാം പോകും. പക്ഷേ ഈവനിങ് നമ്മൾ ഒരു ടൈം എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കാൻ കണ്ടെത്തിയിരിക്കും. അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇരുന്നിട്ട് സന്ധ്യാവന്ദനം എല്ലാം ചെയ്യുന്നത്. പിന്നെ രാവിലെ ഉണ്ടാവും. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. പപ്പയും അമ്മച്ചിയും അമ്മയൊക്കെയാണ് നമ്മളെ ഈ സന്ധ്യാനാമങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പപ്പേനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ സന്ധ്യാനാമം എല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ സന്ധ്യാനാമം എല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിളക്കെല്ലാം തിരിയെല്ലാം കെടുത്തു കേട്ടോ. അപ്പം എന്താ പറയുക, ഇങ്ങനെ കത്തിയിരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണല്ലേ. രാവിലെ മമ്മ നിലവിളക്ക് കഴിക്കും. അത് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നത്. പിന്നെ അമ്മച്ചി രാമായണം രാവിലെ വായിക്കും, ഈവനിങ് വായിക്കും, അങ്ങനെ. അപ്പം ഇതാണ് നമ്മുടെ ഈവനിങ് സന്ധ്യ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മോസ്റ്റായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ദേവീനോട്, എല്ലാവരോടും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സന്ധ്യയ്ക്ക് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മളിങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഭജന വരുന്ന സമയത്ത് നമ്മളിവിടെ ഇരുന്ന് ഭജന എല്ലാവരും കൂടെ ചൊല്ലും. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മഹാഭാരതമൊക്കെ വായിക്കും. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് പിന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബുക്സ് എല്ലാം ഓരോരോ സെറ്റാക്കി നമ്മൾ എല്ലാം റെഡിയാക്കി. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നമ്മൾ പത്താഴമൊന്നുമില്ല, അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഫുൾ ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ട് വരുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈവനിങ് സന്ധ്യാവന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സന്ധ്യവിളക്ക് പ്രാർത്ഥിച്ചു, വിളക്ക് വെച്ചു. ഇനിയിപ്പോൾ ചന്ദനത്തിരി കുറേ നേരം കൂടി ഇരിക്കും. നമുക്ക് എന്തായാലും വിളക്ക് കെടുത്താം കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, കഴിഞ്ഞല്ലോ, പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞല്ലോ. നമ്മൾ നിലവിളക്ക് കെടുത്താൻ വേണ്ടി പോവാണ്. എനിക്കിഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ നിലവിളക്ക് കെടുത്തുന്നത്. കാരണം ഒരു നല്ലൊരു ഐശ്വര്യമാണ് നമ്മുടെ വിളക്ക് കത്തി ഇങ്ങനെ കാണുമ്പോൾ. അപ്പം നമ്മൾ നിലവിളക്കെല്ലാം കെടുത്തിയിട്ടുണ്ട്, മോസ്റ്റായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ലവ് യു സോ മച്ച് ഗൈസ്.